സമൂഹമാധ്യമങ്ങളിലൂടെ പാറമേക്കാവ് ദേവസ്വത്തെയും തന്നെയും വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. പാറമേക്കാവ് ദേവസ്വത്തോടുള്ള അസൂയയാണ് സൈബർ ആക്രമണത്തിന് പിന്നിൽ. സൈബർ പോലീസിന് പരാതി നൽകുമെന്നും കുപ്രചാരണങ്ങളുടെ ഉറവിടം കണ്ടെത്തുമെന്നും ജി രാജേഷ് പറഞ്ഞു. പാറമേക്കാവ് ദേവസ്വത്തെയും അതിൻ്റെ ഭാരവാഹികളെയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഇത് മറ്റൊന്നുമല്ല, അസൂയ എന്നുള്ളത് മാത്രമാണ് കാരണം. ആദ്യം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യും. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത് കിട്ടിയില്ലെങ്കിൽ, നീതി കിട്ടിയില്ലെങ്കിൽ അത് കോടതി പോകണമെങ്കിൽ കോടതി. സൈബർ സെല്ലിലും പരാതി നൽകും. ഉറവിടം ഞങ്ങൾക്കറിയാം ആരാന്ന്. പക്ഷെ അത് ലീഗലായിട്ട് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം. അഖിൽ ചേരുന്നു. അഖിൽ, എന്താണ് പാറമേക്കാവിന്റെ പരാതി? നിയമപരമായി എങ്ങനെ മൂവ് ചെയ്യുന്നതാണ് പറയുന്നത്? തന്നെ അതായത് ഈ പ്രധാന സംഭവത്തിലേക്ക് നയിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് 2 മാസം മുമ്പ് ഈ പാറമേക്കാവ് ദേവസ്വത്തിൽ പെടുന്ന ചില ഭാരവാഹികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഈ സസ്പെൻഡ് ചെയ്തതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ്, ആ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങൾ വഴി എതിർ പക്ഷത്തുള്ള, അതായത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ പ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്, സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പാറമേക്കാവ് ദേവസ്വത്തിന്റെ പരാതിയിൽ പറയുന്നത്. ഇത് ദേവസ്വം ബോർഡിനെയും തന്നെയും വ്യക്തിപരമായും അധിക്ഷേപിക്കാനുള്ള, വ്യക്തിഹത്യ നടത്താനടക്കമുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ്. അതായത് പാറമേക്കാവ് ദേവസ്വം ബോർഡിന് അസൂയാണ്. വലിയ തോതിൽ പാറമേക്കാവ് ദേവസ്വം 20 കോടി രൂപയുടെ കടമുണ്ടായിരുന്നു. എന്നാൽ 22 കോടി രൂപയോളം കടം പാറമേക്കാവ് ദേവസ്വം ബോർഡ് ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ 20 കോടി രൂപ ബാങ്ക് ബാലൻസ് ഉള്ള ദേവസ്വം ബോർഡായി മാറിയതിന്മേലുള്ള അസൂയയുടെ പുറത്താണ് ഇത്തരത്തിൽ പാറമേക്കാവ് ദേവസ്വത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നത്. 2 മാസത്തിനിടയിൽ വലിയ തോതിൽ അതിന്റെ പ്രചാരണം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇതിന്റെ ഉറവിടം ആരാണെന്ന് തങ്ങൾക്കറിയാം. പക്ഷേ അത് ഒരു നിയമപരമായി തന്നെ കണ്ടെത്താൻ, അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ ഒരു, അതായത് ഈ നിയമ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് സൈബർ സെല്ലിനും പോലീസിനും ഒരു പരാതിയായി ഇത് മുന്നോട്ട് പോകുന്നത്. പോലീസിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായെങ്കിൽ കോടതിയിലേക്ക് അടക്കം സമീപിക്കും എന്നുള്ള കാര്യമാണ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഒരു ഒളിയമ്പ് നേർക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന് നേരെയാണ് എന്നുള്ളതാണ്. പൂരം വരാൻ പോവുകയാണ്. അതിനു മുൻപ് തന്നെ ഈ ദേവസ്വങ്ങൾ തമ്മിലേക്കുള്ള ഒരു പരസ്പരം ചെളിവാരിത്തേക്കിലേക്കും അതുപോലെ തന്നെ പരസ്പരമുള്ള ഒരു പ്രശ്നങ്ങളിലേക്കൊക്കെ തന്നെ പോകുന്നു എന്നൊരു സൂചന നൽകുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ എന്തായാലും ഈ പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. ശരി.